സ്ത്രീശക്തിയുടെ മാതൃകയായിരിക്കുകയാണ് ചാലിശ്ശേരി സ്വദേശിനി പി.കെ. ശാന്ത. കേരള സാഹിത്യ അക്കാദമിയിലെ ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയൻ കൂടിയായ ശാന്ത പുസ്തകങ്ങളുടെ തോഴി കൂടിയാണ്. ആയിരത്തി 1956 നിലവിൽ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ 69 വർഷത്തിന്റെ കാലയളവിൽ ചീഫ് ലൈബ്രറിയനാകുന്ന ആദ്യ വനിതയാണ് പി.കെ. ശാന്ത. 2007 ലൈബ്രറിയൻ ഗ്രേഡ് ജോലിയിൽ പ്രവേശിച്ച ശാന്ത നീണ്ട 14 വർഷത്തിനു ശേഷം 2021 സെപ്റ്റംബറിലാണ് അക്കാദമി ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായത്. മുമ്പെല്ലാം ഈ തസ്തികയിൽ ഉണ്ടായിരുന്നത് പുരുഷന്മാരായിരുന്നു. ബാല്യത്തിൽ പുസ്തകങ്ങളുടെ ഇടയിൽ വളർന്നു വന്ന ശാന്ത അക്കാദമിയുടെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഗ്രന്ഥശാലകളെ പഠനത്തിന്റെയും അറിവിന്റെയും ക്ഷേത്രമായി കണ്ട് പിന്നീട് അക്ഷരങ്ങൾക്കിടയിലൂടെയായിരുന്നു സഞ്ചാരം. 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം ഉൾപ്പെടെ അക്കാദമിയിലെ അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ ഓർത്തെടുക്കുവാനുള്ള അറിവിന്റെ ഗനിയാണ് ശാന്ത. രാവിലെ 10-ന് ഓഫീസിലെത്തിയാൽ 3 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന 1.5 ലക്ഷത്തിലധികം സമ്പന്നമായ പുസ്തക ശേഖരണങ്ങളിലേക്ക് എത്തിനോക്കും. റഫറൻസിനായി ലൈബ്രറിയിലേക്ക് എത്തുന്നവരോടെല്ലാം സൗമ്യമായി ഇടപഴകി ആവശ്യമായ സഹായങ്ങളും നൽകും. ചീഫ് ലൈബ്രറിയൻ ആയതിനുശേഷം അക്കാദമിയുടെ വെബ്സൈറ്റിൽ ലൈബ്രറിക്കായി ഒരു പേജ് തുടങ്ങി. ഇവിടുത്തെ 1.5 ലക്ഷം പുസ്തകങ്ങളുടെ വിവരണങ്ങളും ചരിത്രവും ആനുകാലികങ്ങളും ഡിജിറ്റലൈസേഷൻ ചെയ്ത് പുതുതലമുറയ്ക്ക് ഉപയോഗപ്രദമാക്കി. ശാന്തയുടെ കഠിന പ്രയത്നം വായന കൂടുതൽ ജനപ്രിയമാക്കുവാനും ഗവേഷകരെ പ്രോത്സാഹിപ്പിക്കുവാനും നവമാധ്യമങ്ങളെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനുമായി. അക്കാദമിയിൽ എത്തിയതോടെ പഠനകാലത്ത് വായിച്ചറിഞ്ഞ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തികളെ കാണാനായതും സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞതും മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് ശാന്ത പറഞ്ഞു. എന്നില് അർപ്പിതമായ കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട്. ഒരാഗ്രഹം ഉണ്ടായതിന് പുറത്ത് ഞാൻ കോഹ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടുത്തെ അക്കാദമിയിലെ 1.5 ലക്ഷത്തിലധികം പുസ്തകങ്ങളുടെ കാറ്റലോഗ് മുഴുവൻ പൊതുസമൂഹത്തിന് ലഭ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമൊക്കെ ചെയ്തു. സുകുമാർ അഴിക്കോട്, M.T. വാസുദേവൻ നായർ, O.N.V. കുറുപ്പ്, നടനും കവിയുമായ മുല്ലനേഴി, M. മുകുന്ദൻ, വൈശാഖൻ, അശോകൻ ചെരുവിൽ, K. സച്ചിദാനന്ദൻ, ബെന്യാമിൻ, C.V. ശ്രീരാമൻ തുടങ്ങിയ മഹാപ്രതിഭകളെ അടുത്തറിയുവാനും അവരുടെ കയ്യൊപ്പോടുകൂടിയ പുസ്തകങ്ങൾ ഇതിനകം ശേഖരിച്ച് സൂക്ഷിക്കുന്നുമുണ്ട്. 18 വർഷത്തെ സേവനത്തിനു ശേഷം മെയ് മാസം വിരമിക്കും. വിരമിച്ച ശേഷം ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് പെയിന്റിംഗ്, ഫ്ലവർ മേക്കിംഗ്, ബോട്ടിൽ ആർട്ട് എന്നിവയിൽ സജീവമാകാനാണ് ആഗ്രഹം. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV.